പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, തിരഞ്ഞെടുക്കുക ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ യുഗാന്ത പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ഫിലിപ്പിയരുടെ ലേഖനം പൗലോസ് ശ്ലീഹയുടെ അഭിവാദനത്തോടെ നമുക്കൊന്ന് ആരംഭിക്കാം. പൗലോസ് ശ്ലീഹയുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് ഈ കാലഘട്ടത്തിൽ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിലെ മെത്രാന്മാരും ഡീക്കന്മാരും ഉൾപ്പെടെ യേശുക്രിസ്തുവിനുള്ള സകല വിശുദ്ധർക്കും എഴുതുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും അതിൻ്റെ ഒപ്പം കരുണയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ പൗലോസ് ശ്ലീഹയൊക്കെ പറയാണ്, ക്രിസ്തുവിൻ്റെ ദാസന്മാർ അല്ലെങ്കിൽ സ്ലേവ്സ് ഓഫ് ക്രൈസ്റ്റ്. അത്രമാത്രം അവർ ക്രിസ്തുവിന് വിധേയപ്പെട്ടിരുന്നു. ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെയൊക്കെ ഒരു ഐഡൻറ്റിറ്റി. നമുക്കൊന്നും യാതൊരു ഐഡൻറ്റിറ്റിയുമില്ല, നമുക്കൊന്നും ഈ ലോകത്തിൽ നിന്നില്ല. ഇന്നൊക്കെ പലപ്പോഴും നമ്മുടെ സുവിശേഷ പ്രഘോഷകരൊക്കെ നമ്മൾ അറിയപ്പെടുന്നത് നമ്മളുടെ വ്യക്തിപ്രാഭവത്തിൻ്റെ പേരിലാണ്. ഇതൊക്കെ ഒരു ആൻറ്റി ക്രൈസ്റ്റ് എലമെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ വന്ന് കയറുകയാണ്, സാത്താൻ ഇങ്ങനെ നമ്മുടെ മേലിട്ട് തരികയാണ്. അപ്പോൾ പൗലോസ് ശ്ലീഹയൊക്കെ അന്ന് ജീവിച്ചിരുന്ന കാലത്ത് അറിയപ്പെടുന്ന ക്രിസ്തുവിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ ദാസന്മാർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ന് നമ്മളിന്ന് സുവിശേഷ പ്രഘോഷണ മേഖലയിലൊക്കെ ഈ ആൻറ്റി ക്രൈസ്റ്റ് എലമെൻറ്റ്സ് വളരെയധികം ഇങ്ങനെ തള്ളി നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് പലപ്പോഴും പല സഭകളും പല സംവിധാനങ്ങളും എല്ലാം അറിയപ്പെടുന്നത് വ്യക്തികളുടെ പേരിലാണ്. അപ്പം ഇതൊക്കെ ഒരു സാത്താൻ ഇങ്ങനെ നമ്മളിൽ കടന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. അടുത്ത കൺവെൻഷൻ, അടുത്ത ധ്യാനം ആര് നയിക്കുന്നു, അടുത്ത കൺവെൻഷൻ ആര് നയിക്കുന്നു, ഏത് ധ്യാന മന്ദിരത്തിൽ പോകണം, ഏത് പാസ്റ്ററുടെ സുവിശേഷം കേൾക്കണം, ഇതൊക്കെ ആ വ്യക്തിപ്രാഭവത്തിൽ നിൽക്കുമ്പോൾ വി ആർ ഫാർ അവേ ഫ്രം ക്രൈസ്റ്റ് ആൻഡ് വി ആർ കമ്മിങ് ക്ലോസർ ടു ദ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം അവസാന കാലഘട്ടങ്ങളിൽ സാത്താനും ഈ അടയാളങ്ങൾ അത്ഭുതങ്ങൾ കാണിക്കും. അതുകൊണ്ട് പൗലോസ് ശ്ലീഹ പറയണത്, അരാജകത്തിൻ്റെ ശക്തി ഇപ്പോഴേ പ്രവർത്തനത്തിലാണ്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ വചനങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ കുറേ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ പോയി നമ്മുടെ കാര്യം നടക്കുക. ഈ ലോകത്തിലെ കുറച്ച് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്ന മക്കളെ, നിങ്ങളോട് വചനം പറയാണ്, ക്രിസ്തു അവിടെയുണ്ട്, ക്രിസ്തു ഇവിടെ ഉണ്ടെന്ന് പറയും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടരുത്. അതുകൊണ്ട് നമുക്ക് കുറേ കൂടി പക്വതയിലേക്ക് വളരണം. അതുകൊണ്ട് യേശു ക്രിസ്തുവിലായിരിക്കട്ടെ നമ്മുടെയൊക്കെ അടിസ്ഥാനം, അവൻ്റെ വചനമായിരിക്കട്ടെ, അവനായിരിക്കട്ടെ നമ്മളെ നയിക്കുന്നത്. അല്ലാണ്ട് ഏതെങ്കിലും വ്യക്തികൾ നമ്മളെ നയിക്കുന്ന സംവിധാനത്തിൽ നിന്നൊക്കെ നമ്മൾ താഴ്ത്തോട്ട്. ഇതൊക്കെ ഇവിടേക്കില്ലേ കത്തോലിക്ക സഭയുടെയൊക്കെ ഒരു ബ്യൂട്ടി വരുന്നതാണ്. നമ്മൾ പണ്ട് വിചാരിച്ചു ജോൺ പോൾ സെക്കൻഡ്, ഗ്രേറ്റ് പോപ്പ്, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പോപ്പ് എവർ ലിവ്ഡ് ഇൻ ദിസ് കാത്തലിക് ചർച്ച്. പക്ഷേ അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ ഇനി കത്തോലിക്ക സഭ ഇനി ആര് നയിക്കുന്നത്? അതിങ്ങനെ വന്നോളും. കാരണം കത്തോലിക്ക സഭ നയിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിന്, അല്ലാണ്ട് ഇസ് നോട്ട് വൺ പേഴ്സൺ. അപ്പം അതുകൊണ്ട് സഭയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും അങ്ങനെയാണ് പോകുന്നത്. എന്നാൽ മറ്റ് സഭകൾ അങ്ങനെ ആകണമെന്നില്ല, അങ്ങനെയല്ല. ഓരോ വ്യക്തികളാണ്. ആ വ്യക്തിയുടെ പ്രാഭവം കഴിയുമ്പോൾ അതിൻ്റെ പരിപാടി തീരുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വരിക. അപ്പോൾ അതുകൊണ്ട് പൗലോസ് ശ്ലീഹ നമുക്ക് തുടർന്ന് വരികയാണ്. ഫിലിപ്പിയർ 1:6, നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. നമ്മളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ, ദ ഹോളി സ്പിരിറ്റ്, യേശുവിൻ്റെ പുനരാഗമന സമയമാകുമ്പോൾ അത് പൂർത്തിയാക്കും. എന്താണ് നമ്മൾ പൂർത്തീകരിക്കപ്പെടേണ്ട ആ സൽപ്രവൃത്തി? എന്താണ്? നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ എല്ലാം ആദ്യത്തെ ലക്ഷ്യമെന്താണ്? ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. ഇതിൽ കുറഞ്ഞതൊന്നും സ്വർഗം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇതിന് നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യക മറിയം. വിതൗട്ട് മേരി, I proclaim once again, I tell you once again, without Mary it is impossible for a person to be like Christ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ തിന്മ ഇത്രമാത്രം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, അത്രമാത്രം വഞ്ചനയുടെ അരൂപി നടക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മളിൽ ക്രിസ്തു രൂപപ്പെടാൻ, ക്രിസ്തുവിനെ പോലെ കുറേ അടയാളങ്ങളൊക്കെ കാണിക്കാനായിട്ട് മേരിയുടെ ആവശ്യമില്ല.
ആൻഡ് മേരി, യു നോ, വെൻ മാതാവ് ഈ ലോകത്തായിരുന്ന സമയത്ത് അവളിലുണ്ടായിരുന്ന ചൈതന്യം, അവളുണ്ടായിരുന്ന ദൈവ വരപ്രസാദം, അവളുണ്ടായിരുന്ന ദൈവിക സാന്നിധ്യം, ഒരു ചരിക്കുന്ന സക്രാരി അല്ലെങ്കിൽ ചരിക്കുന്ന കൂടാരം, അല്ലെങ്കിൽ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന വാഗ്ദാന പേടകം, ദ പ്രസൻസ് ഓഫ് ഗോഡ് ഉണ്ടായിരുന്നു. അത്രമാത്രം ത്രിത്വൈക ദൈവം വസിച്ചിരുന്ന പറുദീസ എന്നുള്ള വിളിക്കുക, അല്ലെങ്കിൽ സക്രാരി എന്ന് വിളിക്കണം. അവളുടെ സാന്നിധ്യത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. എലിസബത്തിൻ്റെയും സക്രിയയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ യോഹന്നാൻ പരിശുദ്ധാത്മ അവരായിരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ പരിശുദ്ധാത്മ കൃപ എഴുതുന്നു. ആൻഡ് ഷീ വാസ് ദ ഫുള്ളി പ്രസൻസ് ഓഫ് ദ ട്രിനിറ്റേറിയൻ ഗോഡ്. ത്രിത്വൈക ദൈവത്തിൻ്റെ പൂർണ്ണമായ വാസസ്ഥലമായിരുന്നു അവൾ. പക്ഷെ എന്നിട്ടും ഒരു മനുഷ്യൻ പോലും അറിഞ്ഞിരുന്നു. യൗസേപ്പിതാ പോലും അറിഞ്ഞൊന്നും അറിഞ്ഞുകൂടാ. ബിക്കോസ് ഷീ വാസ് അത്രമാത്രം കൃപ നിറഞ്ഞവളായിരുന്നു. യൗസേപ്പിത അറിഞ്ഞിരുന്നു. കാരണം അത്രയും സൈലൻ്റ് ആയിരുന്നു, അത്രയും ഉള്ളിലേക്ക് വളഞ്ഞു. ഇതാണ് യഥാർത്ഥ ആത്മീയത. അപ്പം നമ്മൾ ഇന്നിങ്ങനെ ഒച്ചപ്പാടും ബഹളമൊക്കെ വെച്ച് ഈ അത്ഭുതങ്ങൾ അടയാളം കാട്ടി ഇങ്ങോട്ട് പോരും ഇവിടെ പോരും എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ കേൾക്കുമ്പോൾ അതും മാതാവൊക്കെ ആയിട്ട് വലിയ വ്യത്യാസമുണ്ട്. ഓക്കെ, മാതാവിൻ്റെ പേരും പറഞ്ഞ് ഈ ചണ്ടഘോഷമടിച്ച് പത്രമടിച്ച് ഇങ്ങനെ നടക്കുന്ന സംവിധാനങ്ങളൊക്കെ മാതാവ് തന്നെയാണോ എന്ന് നമ്മളൊന്നുകൂടി ശ്രദ്ധിക്കണം. ഓക്കെ, അതുകൊണ്ട് മേരി ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. മേരി വളരെ സൈലൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു അരൂപിയൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം യേശുക്രിസ്തുവിൻ്റെ സമയമാകുമ്പോഴേക്കും എന്താണ് നമ്മുടെയൊക്കെ വിളി? എന്താണ്? എസ്കത്തോളജിയുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം ഇങ്ങനെ കർത്താവ് വരുന്ന അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമ്മൾ അവസാന കാലഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഇന്ന് സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഇതിൻ്റെ എക്സ്പ്രഷൻസ് ആണ്. ദ ആൻറ്റി ക്രൈസ്റ്റ് എലമെൻറ്റ് ഈസ് ദെയർ ഇൻ ദ ചർച്ച്. അത് നമ്മുടെ സഭയിലുണ്ട്, അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇടപെടലൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത്. എന്നാൽ ആത്യന്തികമായിട്ട് നമ്മളിത് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം യേശുക്രിസ്തു വരുന്ന പണ്ട് കാലത്ത് പറയും. ഇതിപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഇപ്പോൾ ഇത് പറഞ്ഞു നടക്കേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ യേശുക്രിസ്തു വരാറായോ? യേശുക്രിസ്തു വരാറായി. പക്ഷെ നാളെ മറ്റന്നാളോ അല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന മിനിമം 2033 വരെ കർത്താവെ യു വെയിറ്റ് സോ ദാറ്റ് വി വിൽ റീച്ച് ഔട്ട് ടു ദ വേൾഡ്. മിഷൻ 2033 നമ്മുടെ ഒരു വലിയ ദൗത്യമാണ്. അപ്പോൾ 2033 ലോകത്തെ എല്ലാ ജനതകളിലേക്കും സുവിശേഷം എത്തിക്കണം. അതിനുവരെയുള്ള സമയം കരുതി കാത്തിറങ്ങി നമ്മൾ പ്രാർത്ഥിക്കുന്നു. സോ വി എക്സ്പെക്ട് ഗോഡ് വിൽ വെയിറ്റ് ടിൽ ദാറ്റ്. പക്ഷേ അതുവരെ ഈ ലോകത്തെ മുഴുവൻ നമ്മൾ ഒരുക്കണം കർത്താവിന്. എങ്ങനെ ഒരുക്കണം? നമ്മളെങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? അത് യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനം 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം. വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. അപ്പം ഈ വിധി ദിനത്തിൽ അവൻ വാനമേഘങ്ങളിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് പല സഭകളും പറയാം നമ്മളിങ്ങനെ ചുമ്മാ സ്വർഗത്തിലേക്ക് ഇങ്ങനെ എടുക്കപ്പെടുകയല്ല. എടുക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിന്നിലൊരു സംഭവം നടക്കണം. നീ കുറേ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുണ്ടോ? നീ കുറേ അടയാളങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? മത്തായി 7:21 പറയുന്നത് പോലെ നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുകളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ പ്രവചിച്ചെല്ലാം സംഭവിച്ചു, നിന്റെ നാമത്തിൽ വലിയ അടയാളങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ വളരെ ശക്തമായ വാക്യ, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. ഈ വാക്ക് വളരെ വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ അടയാളങ്ങളും അത്ഭുതങ്ങളുടെ ഒന്നും പുറകെ നടക്കരുത്. അതുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, അതൊന്നുമല്ല ദൈവത്വത്തിൻ്റെ ലക്ഷണങ്ങൾ. നമ്മളിൽ സ്നേഹപൂർണ്ണത ഉണ്ടാവണം. നമ്മൾക്കിട്ട് തല്ലുകയും നമ്മളെ വഴക്ക് പറയുകയും നമ്മളെ പീഡിപ്പിക്കുകയും ദ്രോഹിക്കുകയും അകാരണമായി നമ്മളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ പൊട്ടിത്തെറിക്കുകയും ഒച്ചപ്പാടെടുക്കുന്നതാണ് അതിൻ്റെ പ്രശ്നം. കുരിശിൽ അവൻ കിടന്നതുപോലെ നമുക്ക് കിടക്കാൻ സാധിക്കണം. അന്ത്യകാല സമയങ്ങളിൽ സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മളിൽ നിന്ന് സ്നേഹം പുറത്തു വരണം. ഈ സ്നേഹപൂർണ്ണത പ്രാപിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ അവനെ പോലെ അനുരൂപരാകണം. അങ്ങനെയാണ് അവനായിട്ട് കൂടിച്ചേരുക. അല്ലാണ്ട് ഇവിടെ കുറേ ഹല്ലേലൂയയും പ്രൈസോളും പറഞ്ഞ് എല്ലാം അങ്ങനെ മേലോട്ട് പോകുക എന്നുള്ള കാര്യമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതിലൊക്കെ ഒത്തിരി നമ്മൾ വളരണം. ഈ അത്ഭുത അടയാളം കണ്ട് അതുകൊണ്ട് പറയാം, അനീതി പ്രവർത്തിക്കുക. മത്തായി 7:21 നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. എന്താണ് ഇവിടെയുള്ള അനീതി? നമ്മളെക്കുറിച്ചുള്ള വിളി, ഒരു ക്രൈസ്തവൻ്റെ വിളി എന്താ? നീ കുറേ അത്ഭുതങ്ങൾ പറഞ്ഞ് കുറേ സുവിശേഷം പറയലല്ല. നിന്റെ വിളി എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല, എന്തെങ്കിലും പ്രവർത്തിക്കുക എന്നുള്ളതല്ല. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നിന്റെ വിളി ആയിരിക്കുക എന്നുള്ളതാണ്, എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവസാന കാലഘട്ടങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല, നോ പ്രോബ്ലം. ബട്ട് നമ്മുടെ വിളി
അവനോട് അനുരൂപനാകുക, ആ സ്നേഹപൂർണതയിൽ അവനുമായിട്ട് ഒന്നിച്ചേരുക. ഇതാണ് നമ്മളുടെ വിളി. ഇതാണ് കത്തോലിക്ക സഭയുടെ പഠനം. ഓക്കെ, മറ്റ് സഭകൾ പലതും പറയും, നീ അത് ചെയ്യും, നീ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കും, നീ അങ്ങനെ ചെയ്യും, നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, മരിച്ചവനെ ഉയർപ്പിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ഓൾ ഗുഡ്, വി ആർ നോട്ട് അഗൈൻസ്റ്റ് ദാറ്റ്. ബട്ട് അൾട്ടിമേറ്റ്ലി നീ എന്ത് ചെയ്തു നല്ലതല്ല സ്വർഗം ചോദിക്കുക. നീ അന്ത്യവിധിയിൽ അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ എത്ര കൺവെൻഷൻ നടത്തി, നീ എത്ര മരിച്ചവരെ ഉയർപ്പിച്ചു, എത്ര പിശാചുകൾ പുറത്താക്കി, അതിൻ്റെ പേരിൽ നീ എൻ്റെ വലതുവശത്തേക്ക് വരിക എന്നല്ല പറയാ. You will be judged according to the divinity. നീ ഇതൊക്കെ പ്രവർത്തിക്കുന്ന വഴി എത്രമാത്രം ക്രിസ്തുത്വത്തിൽ വളർന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹപൂർണ്ണതയിൽ നീ എത്രമാത്രം വളർന്നു. ഈ സുവിശേഷമാണ് പ്രസംഗിക്കേണ്ടത്. ഇതിലേക്കാണ് മക്കളെ നയിക്കേണ്ടത്. ഇറ്റ് ഈസ് ടഫ്. And for that he has given us the best gift on the cross of Calvary. That is his beloved mother. അവൻ്റെ അമ്മേനെ തന്നു. ആ അമ്മ നമ്മളെ ക്രിസ്തുവിൽ രൂപപ്പെടുത്തും. ശിരസിനെ രൂപപ്പെടുത്തിയവള്, ശരീരത്തെ രൂപപ്പെടുത്തിയവള്, ക്രിസ്തുദാസന്മാരെയും അവളെ രൂപപ്പെടുത്തും. ശിരസിനെ അവളാണ് രൂപപ്പെടുത്തിയത്, സഭയാകുന്ന ശരീരത്തെ അവൾ രൂപപ്പെടുത്തി. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തു രൂപപ്പെടുത്താൻ സ്വർഗം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് പരിശുദ്ധ കന്യകാമറിയം. ഓക്കെ, സീക്ക് ഹെർ ഹെൽപ്പ്. പോറൊന്നിനല്ല, പരീക്ഷ പാസ്സാകാനല്ല, കല്യാണം നടക്കാനല്ല, നമ്മുടെ കൃഷിയുടെ വിളവ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, വിസ കിട്ടാൻ വേണ്ടിയിട്ടല്ല മാതാവിൻ്റെ അടുത്ത് പോകേണ്ടത്. എന്നെ ക്രിസ്തുവിൽ രൂപപ്പെടുത്തണം അമ്മേ മാതാവേ. അതിനവളുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം, സമർപ്പിക്കണം. ഈ കമ്മിങ് വർഷങ്ങളിലെല്ലാം നമ്മൾ മാതാവിൻ്റെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠകൾ സമർപ്പണം നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. സോ ഇത് എൻ്റെ പറഞ്ഞു പോവുകയാണ്. സോ അതുകൊണ്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് വാട്ട് വി ആർ ഡൂയിങ്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിലേക്ക് ഒന്ന് കടന്നു വരികയാണ്. നമ്മുടെ 666 ആണ് നമ്മുടെ ടോപ്പിക്. അന്ത്യക്രിസ്തു. 666 ആൻറ്റി ട്രിനിറ്റി, ത്രിത്വത്തിന് എതിർ ത്രിത്വം അല്ലെങ്കിൽ അവിശുദ്ധ ത്രിത്വം. അത് അവസാന കാലഘട്ടങ്ങളിൽ പ്രത്യക്ഷപ്പെടും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ത്രിത്വത്തെയൊക്കെ വെല്ലുവിളിക്കുന്ന ആൾക്കാർ നമ്മൾ മനസ്സിലാക്കുക, ദിസ് ഈസ് ഓൾ റിട്ടൺ ഇൻ ദ ബുക്ക്. ത്രിത്വത്തെക്കുറിച്ച് പറയുന്നതിന് ആൻറ്റി ട്രിനിറ്റിയെക്കുറിച്ചും അവസാന കാലഘട്ടത്തിൽ അവിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചും വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇതാണ് 3 ആളുകൾ, അപൂർണതകളുടെ 3 ആളുകൾ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കാണിച്ച ഒരു സിമ്പിളിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഐ ബെഗ് യു പാർഡൺ, സോറി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അത് പെട്ടെന്ന് മാറിപ്പോയതാണ്. നമ്മൾ യേശുവിൻ്റെ അടയാളമായിട്ട് കാണിച്ചു. ഞാൻ ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെയല്ല, ആക്ച്വലി ഇത് ഈ 3 വിരലുകളാണ് കേട്ടോ. അപ്പോൾ ഈ 3 വിരലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിക്കും. ഇത് ത്രിത്വൈക ദൈവത്തിൻ്റെ സിമ്പിളാണ്. നമ്മൾ യേശുവിൻ്റെ ഫോട്ടോയിലൊക്കെ നമ്മൾ കാണും, ഇങ്ങനെ വരച്ച് വെക്കുന്നത്. ഇത് യേശു ഇങ്ങനെ പിടിച്ചു എന്നല്ല പറയുന്നത്, ഇത് നമ്മൾ ഫോട്ടോസൊക്കെ വരയ്ക്കുമ്പോൾ ഒരു സിംബോളിക്കായിട്ട് കാണിക്കുന്നതാണ്. അപ്പം യേശുവിൻ്റെ ഫോട്ടോസിൽ നമ്മൾ കാണും, ഇങ്ങനെ യേശുവിനെ പിടിച്ചിരിക്കുന്നത് കാണും. അത് ത്രിത്വൈക ദൈവം, 3 വ്യക്തികളുടെ കൂട്ടായ്മ. അതിനകത്ത് 2 എണ്ണം യേശുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും. ഓക്കെ, അപ്പോൾ ഇത് 2 കാര്യങ്ങളാണ് ഈ സിമ്പിൾ വഴി കാണിക്കുന്നത്. ഇതിൻ്റെ എതിരായിട്ടാണ് ഈ സാത്താൻ സഭക്കാർ എടുക്കുന്ന സാധനമാണ്. അവർ ഇതിനെ ഇങ്ങനെ കാണിക്കും. ദാറ്റ് ഈസ് ദ ഹോൺ. ഓക്കെ, അപ്പോൾ ഈ 2 വ്യത്യാസം ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ പിടിച്ചു വന്നപ്പോൾ കൈ മാറിപ്പോയതാണ്. സോ ആരെങ്കിലും മനസ്സിലാക്കിയോ എനിക്ക് അറിഞ്ഞുകൂടാം. എനിവേ, ദിസ് ഈസ് ദ റൈറ്റ് വേർഷൻ. സോ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുക, ഇതാണ് സാത്താൻ എന്ന് പറയുന്നത്. അപ്പോൾ അവസാന കാലഘട്ടങ്ങളിൽ അവൻ ത്രിത്വത്തെ ഇമിറ്റേറ്റ്. ഇപ്പോൾ ഓൾറെഡി നമ്മളുണ്ട് അല്ലേ, നമ്മളിന്ന് ഇന്ത്യയിലൊക്കെ ഉണ്ട് 3 ദൈവസങ്കല്പങ്ങൾ. എവിടെയൊക്കെ നിങ്ങൾ ഈ ട്രിനിറ്റീൻ്റെ ഇമിറ്റേഷൻ കാണുന്നുണ്ടോ തിരിച്ചറിയുക. നമുക്കൊരു ടെൻഡൻസിയാണ്, ഇതും ദൈവത്തിൻ്റെ രൂപമൊക്കെ തന്നെ അല്ലേ, ഇവരും ട്രിനിറ്റി തന്നെയൊക്കെ അല്ലേ വിശ്വസിക്കുന്നത്. ആരാണ്? ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ഓക്കെ, ഇത് 3 സാധനങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. Satan always imitates the Trinitarian God of the God. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഇല്ലെങ്കിൽ ഇതെല്ലാത്തിനും പോയിട്ട് നമ്മൾ പെടും. കാരണം അവൻ നമ്മളെ പെടുത്തുക എന്നുള്ളതാണ്, നമ്മളെ കെണി വെക്കുക എന്നുള്ളതാണ് അവൻ്റെ പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, നിങ്ങൾ ഓരോ അരൂപികളെയും പ്രത്യേകം മനസ്സിലാക്കണം. എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ ചാടിപ്പെടും, ഇത് അതുപോലെയൊക്കെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കരുത്. എവിടെ ട്രിനിറ്റി ഒന്നേ ഉള്ളൂ. ഇതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതെല്ലാം പൈശാചികമാണ്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പം അതുകൊണ്ട് ഈ അവസാന കാലഘട്ടങ്ങളിൽ വരുമ്പോൾ നമ്മൾ ഇന്നലെ വായിച്ചതുപോലെ വെളിപാട് പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. 13-ാം അധ്യായം. കടലിൽ നിന്ന് കയറി വരുന്നൊരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രത്നങ്ങളും, തലയിൽ ദൈവദൂഷണം വരെ ഒരു നാമം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് 2 മൃഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 3 ഘടകങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം 12 നമ്മൾ വായിക്കുന്നു. നമ്മളിവിടെയാണ് പരിശുദ്ധ അമ്മയുടെയൊക്കെ ഒരു ഇൻ്റർഫിയറൻസ്. ഈ ത്രിത്വ ഈ ആൻറ്റി ക്രൈസ്റ്റ് വരുമ്പോൾ ഈ ആൻറ്റി ക്രൈസ്റ്റുമായിട്ട് ശരിക്കും യുദ്ധം ചെയ്യാവുന്ന ദൈവമൊന്നുമല്ല.
ദൈവവും സാത്താനും തമ്മിൽ എന്ത് കോമ്പിനേഷൻ, എന്ത് കമ്പാരിസൺ അല്ലേ? അപ്പോൾ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു വെപ്പനാണ്. ദ സൈലന്റ് വെപ്പൺ ഓഫ് ഹെവൻ ഈസ് അവർ ബ്ലെസ്സഡ് മമ, അവർ ബെലവഡ് മദർ. അവളും സർപ്പവുമായിട്ടാണ് യുദ്ധം വരുന്നത്. അവളാണ് അന്ത്യകാലഘട്ടങ്ങളിൽ തൻ്റെ വിശ്വാസികളെ, വിശുദ്ധരെ സംരക്ഷിക്കുന്നത്. അവളാണ് സാത്താൻ്റെ അന്ത്യകാല ഈ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെ എതിർക്കുകയും അതിൻ്റെ എല്ലാ പ്രവർത്തികളെയും ഖണ്ഡിക്കുകയും ചെയ്യുന്നത് അവളായിരിക്കും. അവളുടെ സൈന്യമായിരിക്കും. അല്ലാണ്ട് ദൈവം ഈ ഊച്ചാളി സാത്താനായിട്ട് യുദ്ധം വിട്ടാൻ ദൈവത്തിന് ഒരു പണിയില്ല. അപ്പം അതുകൊണ്ട് ദൈവം അവിടെ ഇരിക്കത്തുള്ളൂ. ആൻഡ് ഗോഡ് ഹാസ് പ്രിപ്പയർഡ് ദ എൻഡ് ടൈമിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സഭ, കത്തോലിക്ക സഭയായിരിക്കും ഇതിനെതിരായിട്ട് യുദ്ധം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. ഇതിനെ ഈ 12 ഉടയാളയായിരിക്കുന്നത് സഭയെന്നും പഠിപ്പിക്കാറുണ്ട്. സഭേനെ റെപ്രസെൻ്റ് ചെയ്ത് മാതാവിനെ എന്ന് പറയാറുണ്ട്. അപ്പം സഭയെന്ന് പറയുന്നത് തന്നെ മാതാവ് സഭേനെ റെപ്രസെൻ്റ്, ആൻഡ് ദർ ഇസ് എ പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഈ സഭയും അമ്മയും കൂടിയിട്ടായിരിക്കും അന്ത്യകാലഘട്ടങ്ങളിൽ നമ്മൾ ആൻറ്റി ക്രൈസ്റ്റിന്. ആൻറ്റി ക്രൈസ്റ്റ് വരുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ മുട്ടുമടക്കി ഓടിക്കുമോ എന്ന് പറഞ്ഞ് ഓടുകയല്ല. വി വിൽ ഫൈറ്റ് അഗൈൻസ്റ്റ് ദിസ് ഈവിൾ. സ്റ്റിൽ വി ആർ ഫൈറ്റിംഗ്. ഇപ്പോഴും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ്റെ പ്രവർത്തികളൊക്കെ പല രാജ്യങ്ങളിലും, പല ദേശങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യങ്ങളിലൊന്നും അത് വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് വരുന്നില്ല. ബിക്കോസ് വി വിൽ നെവർ ലെറ്റ് ഹിം ഗോ ഫോർ എൻ ഈസി വാക്ക്. അങ്ങനെ ചുമ്മാ അങ്ങ് കയറി വരത്തൊന്നുമില്ല. He has to fight and we will not let him go just like that. അപ്പം അതുകൊണ്ട് നമ്മളും ഒരുങ്ങിയിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യക മറിയം. ഈ യുദ്ധത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അവളുടെ പ്രാർത്ഥന, അവളുടെ മാധ്യസ്ഥം. കാരണം അവൾ തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിന് നിഷേധിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ സ്വർഗം കേൾക്കണമെന്നില്ല. കാരണം നമ്മളിൽ ഈ പാപകരമായ അവസ്ഥയുണ്ട്. ഈ അഹങ്കാരവും ഈ സ്വയം പുകഴ്ചയും ഈ ലോകത്തിനുള്ള മോഹങ്ങളും അല്ലെങ്കിൽ സ്വാർത്ഥതയും ഇതൊക്കെയുള്ള നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ക്രൂഷ്യൽ ടൈമിൽ സ്വർഗത്തിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. എന്നാൽ മറിയം പ്രാർത്ഥിച്ചാൽ സ്വർഗം അപ്പോൾ റെസ്പോൺസ് കൊടുക്കും. അപ്പോൾ കൊടുത്തിരിക്കും. കാരണം ഇത്രമാത്രം സ്വർഗത്തെ പ്രീതിപ്പെടുത്തിയ ഒരു മനുഷ്യജീവി ലോകത്തിലില്ല. ദ പെർഫെക്ഷൻ എന്നൊക്കെ പറയും അല്ലേ? ആ പെർഫെക്ഷനാണ്. അവൾ വരും. അവൾ അന്ത്യകാലഘട്ടങ്ങളിൽ സന്നാഹത്തോടെ അവൾ വരും. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദന അവൾ നിലവിളിച്ചു. പ്രസവ ക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരു അടയാളം, ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു അടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വചനമാണ്. അപ്പം ഒരു സ്ത്രീയെ കാണിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ഒരു സർപ്പത്തെ കാണിക്കുന്നു. അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. ഈ 7 എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പൂർണ്ണതയുടെ നമ്പറാണ്. അപ്പം സാത്താൻ അവസാന കാലഘട്ടങ്ങളിൽ അവൻ ദൈവീകമായിട്ടുള്ള പരിവേഷത്തിലേക്ക് വരും. അവൻ വെറും എന്താ പറയുക, ദൈവത്തിനെ ഇമിറ്റേറ്റ് ചെയ്യുക മാത്രമല്ല, ദൈവികമായ പരിവേഷത്തിലേക്ക് വരുന്നത്. അതെങ്ങനെയാ പറയുക? അവൻ സ്വയം ദൈവം എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, അപ്രകാരം അവതരിപ്പിക്കും. അവൻ ദൈവമായിട്ട് അവതരിപ്പിക്കും. അതാണ് അന്ത്യകാലഘട്ടത്തിൽ പറയുന്നത്. ഇങ്ങനെയാണ് വചനം പറയുന്നത്. അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും അവൻ കബളിപ്പിക്കും, അല്ലെങ്കിൽ വഴിതെറ്റിക്കത്തക്ക രീതിയിൽ അവൻ ദൈവിക സ്വഭാവ ഗുണങ്ങൾ കാണിക്കുന്നവരെ, സ്വഭാവ ഗുണമല്ല, ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവൻ ചെയ്യും. സ്വർഗത്തിലൊരാളെ കാണുമ്പോൾ ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. ഈ അഗ്നിമയൻ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ ദൈവം അഗ്നിയിൽ വസിക്കുന്ന, ദൈവത്തെ റെപ്രസെൻ്റ് പല സ്ഥലങ്ങളിലും അഗ്നിയെ നമ്മൾ കാണിക്കണം. പ്രത്യേകിച്ച് നമ്മൾ നിയമാവർത്തന പുസ്തകം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കാണാം. നമ്മൾ 4-ാമത്തെ അധ്യായം 24-ാമത്തെ വചനത്തിൽ ആദ്യം അറിയാം, എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, അസഹിഷ്ണുവായ ദൈവമാണ്. അപ്പം ദൈവത്തിൻ്റെ അധികാരികതയും ശക്തിയെ കാണിക്കുക പഴയ നിയമത്തിൽ അഗ്നി സമനായിട്ടാണ് കാണിക്കാം. വീണ്ടും നമ്മൾ 33-ാമത്തെ, ഏതെങ്കിലും ജനത
എന്നെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? അല്ലേ? അപ്പം അഗ്നിമയനായ ദൈവം. അപ്പം സാത്താനും, വീണ്ടും ഒരു അടുത്ത വചനം, നിയമാവർത്തനം 5:4 മലയിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് അഭിമുഖമായി സംസാരിച്ചു. അപ്പോൾ ഈ അഗ്നിയുടെ മധ്യയാണ് ദൈവം വസിക്കുന്നത്. അപ്പം അവസാന കാലഘട്ടങ്ങളിൽ സാത്താനും ഈ അഗ്നിമയനായി വരും. എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവീക പരിവേഷം അവനെടുക്കും. അവൻ ദൈവത്തെ പോലെ തന്നെ ശക്തിയും പ്രാഭവും എല്ലാം കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വരും. അപ്പോൾ ഈ അഗ്നിമയന എന്ന് പറയുമ്പോൾ നമുക്കിതിന് ദാനിയേലിൻ്റെ പുസ്തകത്തിലൂടെ ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ മനുഷ്യപുത്രൻ, അവസാന കാലഘട്ടങ്ങളിൽ മനുഷ്യപുത്രൻ വരുന്നത് ഈ അഗ്നിമയനായിട്ടാണ് വരിക. അപ്പോൾ ബിഫോർ ദാറ്റ് സർപ്പവും സാത്താനും ഇതേ രൂപമെടുക്കും. അങ്ങനെ മനുഷ്യരെ വഴിതെറ്റിക്കും. അവൻ ദൈവമാണെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ അവൻ പല പ്രവർത്തികൾ ചെയ്യും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ നക്ഷത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ചത് ദൈവമാണ്. അപ്പോൾ ഈ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയൊക്കെ സൃഷ്ടിച്ച ദൈവമാകുമ്പോൾ അതിൽ 1/3 അവൻ വാരിക്കുട്ടി താഴേക്ക് എറിയുമ്പോൾ അവൻ ദൈവത്തിൻ്റെ പ്രതിഭൂഷനായ, അതായത് ദൈവിക ശക്തിയുള്ളവനെ പോലെ കാണിക്കുകയാണ്. അപ്പം ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചതിൽ 1/3 വലിച്ച് താഴത്തേക്ക് എറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദൈവ പരിവേഷം എടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അയ്യോ ഇവൻ തന്നെ ദൈവം നമ്മൾ തെറ്റിദ്ധരിക്കാത്ത രീതിയിൽ നമ്മളെ അവൻ തെറ്റിദ്ധരിപ്പിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ദാനിയേലിൻ്റെ പുസ്തകം നമ്മൾ 7-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 9 വചനം, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി. ഇത് അന്ത്യവിധിയുടെ സമയത്ത് നടക്കാൻ പോകുന്നൊരു കാര്യം, മനുഷ്യപുത്രൻ വരുന്ന കാര്യത്തെക്കുറിച്ച് ദാനിയേൽ പ്രവചനം നടത്തുകയാണ്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി, പുരാതനായവൻ ഉപവിഷ്ടനായി, അവൻ്റെ വസ്ത്രം മഞ്ഞുപോലെ ധവളം, തലമുടി നിർമ്മലമായ ആട്ടിൻ രോമം പോലെ, തീജ്വാലകളായിരുന്നു അവൻ്റെ സിംഹാസനം. ഓക്കെ, അതിൻ്റെ ചക്രങ്ങൾ കത്തിക്കാളുന്ന അഗ്നി, അവൻ്റെ മുമ്പിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു. 1000 പേർ അവനെ സേവിച്ചു, 10,000 പേർ അവൻ്റെ മുൻപിൽ നിന്നു. ന്യായാധിപ സഭ ന്യായവിധിക്ക് ഉപവിഷ്ടമായി, ഗ്രന്ഥങ്ങൾ തുറക്കപ്പെടും. സോ ദ ഫൈനൽ കമ്മിങ്, യേശു വരുന്നതിന് തൊട്ടു മുൻപ് സർപ്പം ഇതുപോലെ ഈ ദൈവിക പരിവേഷം എടുക്കുന്നവരും. അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിനകത്ത് 3 കാര്യങ്ങളാണ് നമ്മൾ പറയാം. ഒന്ന്, വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പം സർപ്പമുണ്ട്. വെളിപാട് 12 നമ്മൾ സർപ്പത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ സർപ്പം ദൈവികമയനെ മാറും. അതിനുശേഷം വെളിപാട് 13 വരുമ്പോൾ 2 മൃഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ട്രിനിറ്റേറിയൻ ഗോഡിൻ്റെ റെപ്രസെൻ്റ് ചെയ്ത് വരിക എന്ന് പറയുന്നത്. അങ്ങനെ 13-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ 2 മൃഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കടലിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രത്നങ്ങളും, തലയിൽ ദൈവദൂഷണപരമായൊരു നാമം ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് റെഫർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ കണ്ട മൃഗം പുലിയെ പോലെയായിരുന്നു. അതിൻ്റെ കാലുകൾ കരടിയുടേതുപോലെയായിരുന്നു, വായ സിംഹത്തിൻ്റെതുപോലെയും. സർപ്പം അതിൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിന് കൊടുത്തു. ഇത് നമ്മളിതിനെക്കുറിച്ച് പഠിക്കും, അടുത്ത ഞാൻ പറയുമ്പോൾ വരുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ഒരു മൃഗമായിട്ട് വരികയാണ്. ഇനി 2-ാമത് വെളിപാട് പുസ്തകം, ഇത് കടലിൽ നിന്നൊരു മൃഗം വരുന്നു. വെളിപാടിൽ സർപ്പത്തെ 12 സർപ്പത്തെ നമ്മൾ കാണുന്നു. പിന്നെ 2-ാമത്തെ മൃഗം, പിന്നെ 3-ാമത്തെ ഒരു മൃഗം. 11-ാമത്തെ വചനം, വെളിപാട് 13 പറയുന്നത്, ഭൂമിക്കടിയിൽ നിന്ന് കയറി വന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിൻ്റേതുപോലെ 2 കൊമ്പുകളുണ്ടായിരുന്നു. അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. അത് ആദ്യത്തെ മൃഗത്തിൻ്റെ എല്ലാ അധികാരവും അതിൻ്റെ മുമ്പിൽ പ്രയോഗിച്ചു. മാരകമായ മുറിവ് സുഖപ്പെട്ട ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ അത് ഭൂമിയെയും ഭൂവാസികളെയും നിർബന്ധിച്ചു. സോ പിതാവായ ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിൽ അവതരിക്കുന്നു. ഓക്കെ, സ്വർഗത്തിലുള്ള പിതാവിൻ്റെ പുത്രൻ മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുന്നു. ഒരു പക്ഷേ ഈ ആൻറ്റി ക്രൈസ്റ്റും ഒരു മനുഷ്യനായിട്ട് തന്നെയായിരിക്കും വരാനായിട്ടാണ് സാധ്യത. ചിലപ്പോൾ ചില പ്രസ്ഥാനങ്ങളായിരിക്കാം, ചിലപ്പോൾ ചില എങ്ങനെ പറയുക പ്രത്യയ ശാസ്ത്രങ്ങളായിട്ട് വരാം. നമുക്ക് വി കനോട്ട് ക്ലിയർലി സേ എതിര്. എന്നാലും ദ പോസിബിലിറ്റി ഒരു മനുഷ്യാവതാരം, കാരണം ഈ ഓൾവേസ് ഇമിറ്റേറ്റ്സ് ഗോഡ്, ദ ട്രിനിറ്റേറിയൻ ഗോഡ്. അപ്പോൾ പുത്രൻ എടുത്തു വന്നു. അപ്പോൾ ഇന്ന് പുത്രനെ ഇന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന സഭയാണ് ലോകത്തിൽ. അപ്പോൾ ഈ സഭ ദൈവിക സ്ഥാനത്ത് നിന്ന് ലോകത്തിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഓർഗനൈസേഷനായിട്ടും ചിലപ്പോൾ വരാം. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് ഏത് രീതിയിൽ. അപ്പോൾ ഇവൻ കടലിൽ നിന്ന് ആദ്യത്തെ മൃഗം വരികയാണ്.
രണ്ടാമത്തെ മൃഗം ഭൂമിക്കടിയിൽ നിന്ന് വരികയാണ്. ഇത് രണ്ടും ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഈവിൾ റെപ്രസെൻറ്റ്, യഹൂദ പാരമ്പര്യമൊക്കെ അനുസരിച്ച്, വിശ്വാസം അനുസരിച്ച് കടൽ പിശാചിൻ്റെ വാസസ്ഥലമാണ്, പാതാളം പിശാചിൻ്റെ വാസസ്ഥലമായിട്ടാണ് കാണുന്നത്, സ്വർഗം ദൈവത്തിൻ്റെ സ്ഥലമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് ഈ ത്രിത്വൈക ദൈവത്തിനെ പോലെ തന്നെ നമ്മൾ, ഈ സർപ്പം സ്വർഗത്തിലാണ്, അവൻ സ്വർഗത്തിൽ നിന്ന് അവൻ്റെ ശക്തി ഈ ആദ്യത്തെ മൃഗത്തിന് കൊടുക്കും. പിതാവായ ദൈവം പുത്രന് തൻ്റെ അധികാരവും ആധിപത്യം കൊടുത്തതുപോലെ സർപ്പം ഈ വരുന്ന ആദ്യത്തെ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിന് തൻ്റെ അധികാരവും ശക്തിയും കൊടുക്കുകയാണ്. അങ്ങനെ ഈ സർപ്പത്തെ ആരാധിക്കാൻ, നമ്മൾ പിതാവായ ദൈവത്തെ പുത്രനിലൂടെ ആരാധിക്കുന്നത് പോലെ ഈ ആൻറ്റിക്രൈസ്റ്റ് ഈ വ്യക്തി എന്ത് ചെയ്യും? നമ്മളെ സർപ്പത്തെ ആരാധിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. കാരണം ഇവന് അത്ഭുതകരമായ ശക്തി, ദൈവത്തിൻ്റെ ശക്തിയിൽ യേശുക്രിസ്തു ഭൂമിയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും വലിയ കാര്യങ്ങൾ ചെയ്തതുപോലെ ഈ ആൻറ്റിക്രൈസ്റ്റ് എന്ന് പറയുന്ന സംവിധാനം, ഈ വ്യക്തിയോ അല്ലെങ്കിൽ പ്രസ്ഥാനമോ ഇതുപോലെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കും. എവിടെ നിന്നാണ്? യേശു പിതാവിൽ നിന്ന് ശക്തി സ്വീകരിച്ച് പ്രവർത്തിച്ചതുപോലെ ഈ ആൻറ്റിക്രൈസ്റ്റ് എലമെൻറ്റും സർപ്പം ശക്തി കൊടുക്കണം. ഇനി ആദ്യം വന്ന കടലിൽ കയറി വന്ന മൃഗം, അതിന് വെട്ടേൽക്കുന്നൊരു സംഭവമുണ്ട്. ആ മുറിവേൽക്കുന്ന അതിനെ രണ്ടാമത് വരുന്ന മൃഗം, അതാണ് നമ്മൾ 11-ാമത്തെ വചനത്തിൽ കാണും. ഭൂമിക്കടിയിൽ നിന്ന് കയറി വരുന്ന വേറൊരു മൃഗത്തെ ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിൻ്റേതുള്ള 2 കൊമ്പുകളുണ്ടായിരുന്നു. അത് സർപ്പത്തെ പോലെ സംസാരിച്ചു. അത് ആദ്യത്തെ മൃഗത്തിൻ്റെ എല്ലാ അധികാരവും അതിന് മുമ്പിൽ പ്രയോഗിച്ചു. മാരകമായ മുറിവ് സുഖമാക്കപ്പെട്ട ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ അത് ഭൂമിയെയും ഭൂവാസികളെയും നിർബന്ധിച്ചു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അല്ലേ? യേശുവിനെ ആരാധിക്കാൻ, യേശുവിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ആളാണ് ആര്? പരിശുദ്ധാത്മാവും. സോ യേശുവിൻ്റെ ശേഷം പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെടുന്നു. പരിശുദ്ധാത്മാവ് എന്താ കാണിക്കുന്നത്? യേശുവിലേക്ക് നമ്മളെ നയിക്കണം, യേശുവിലെ ദൈവത്വത്തെ പ്രകടമാക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മൾ യേശുവിനെ ആരാധിക്കാനായിട്ട് നമ്മളെ പിതാവിനെയും പുത്രനെയും ആരാധന വിഷയമാക്കുന്ന പരിശുദ്ധാത്മാവ്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ മൃഗം വന്നിട്ട് ആദ്യത്തെ മൃഗത്തിനെ ആരാധിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കും അല്ലേ? അത് ആദ്യത്തെ മൃഗത്തിൻ്റെ എല്ലാ അധികാരവും അതിൻ്റെ മുമ്പിൽ പ്രയോഗിച്ചു. മാരകമായ മുറിവ് സുഖപ്പെട്ട ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ അത് ഭൂമിയെയും ഭൂവാസികളെയും നിർബന്ധിച്ചു. അപ്പം ഇങ്ങനെയായിരിക്കും ഈ ആൻറ്റിക്രൈസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പം ത്രിത്വൈക പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് സർപ്പം, പിശാച് ആ സ്ഥാനം എടുക്കും. ഈസ് ഓൾവേസ് ഇൻവിസിബിളായിട്ട് നിൽക്കും. പിതാവ് ഇൻവിസിബിളായി നിൽക്കുന്നു. പക്ഷേ ആ പിതാവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പുത്രൻ ഭൂമിയിൽ വന്നു. ആ പുത്രനെ പോലെ ആദ്യത്തെ മൃഗം വരും. അവൻ ഇതുപോലെ വലിയ അടയാളങ്ങളെ കാണിക്കും. നമുക്കതിനെക്കുറിച്ച് പുറകെ ക്ലിയറായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം. സർപ്പം നിലയുറപ്പിച്ചിരിക്കുന്ന എവിടെയാണ്? നമ്മൾ വെളിപാട് പുസ്തകം 12 കാണുന്നത് അവൻ സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ സർപ്പം. സോ അവൻ സ്വർഗീയ മണ്ഡലങ്ങളിൽ നിന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവൻ അവിടെ നിന്ന് 1/3 അതിൻ്റെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിയണം. ഹീ ഷോസ് ഹിസ് പവർ. അവൻ ദൈവത്തെ പോലെ ദൈവം സൃഷ്ടിച്ച പലതിനെ നശിപ്പിക്കുകയാണ്. അങ്ങനെ നശിപ്പിക്കുന്നത് വഴി അവൻ ദൈവതുല്യനായിട്ട് കാണിക്കുകയാണ്. സർപ്പത്തിൻ്റെ പ്രശ്നം എന്താ? അവന് ദൈവതുല്യനാകണം എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. അപ്പം അങ്ങനെയാണ് അവന് സ്വർഗത്തിൽ നിന്ന് അവൻ വീഴ്ത്തപ്പെട്ടത്. അപ്പം അത് നമ്മളൊന്നും പറയുക, യെശയ്യായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് സാത്താൻ്റെ പതനത്തെക്കുറിച്ച്. പക്ഷെ അവിടെ പറയുന്ന പ്രവചനം അത് സ്വർഗത്തിൽ നിന്ന് വീണ പ്രവചനമല്ല, അത് ഇനി സംഭവിക്കാനിരിക്കുന്ന പ്രവചനം. അതിനെക്കുറിച്ച് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടി ക്ലിയറായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഈ സർപ്പത്തെ നമ്മൾ മനസ്സിലാക്കണം. ഈ സർപ്പം ഇവിടെ നിൽക്കുന്നു. സർപ്പം പിതാവായ ദൈവത്തിൻ്റെ എതിർസ്ഥാനത്ത് നിൽക്കുകയാണ് അല്ലേ? അതുകൊണ്ടാണ് പറയുക, ഇതാ അഗ്നിമയനായ ഒരു സർപ്പം, അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ, അതിൻ്റെ ആകാശ നക്ഷത്രങ്ങൾ 1/3 വാരിക്കുട്ടി പോയി. അപ്പം അവൻ ദൈവത്തിൻ്റെ പരിവേഷമെടുക്കുക, പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് അവൻ നിൽക്കുന്നു. ഇനി ആദ്യത്തെ മൃഗവും രണ്ടാമത്തെ മൃഗമുണ്ട്. ഇത് യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെ റെപ്രസെൻ്റ്. അത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അത് മനസ്സിലാക്കുന്നു. അപ്പം അങ്ങനെ ഈ ദൈവത്തെ ആരാധിക്കുകയാണ്. വെളിപാട് പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായം 11, ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. അങ്ങ് സർവവും സൃഷ്ടിച്ചു. അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ദൈവം എല്ലാ ബഹുമാനത്തിനും ശക്തിയും ആരാധനയും മഹത്വം സ്വീകാര്യനായിരിക്കുന്നത് പോലെ തന്നെ സർപ്പം പിശാച് അവസാന കാലങ്ങളിൽ അവനെ എല്ലാവരും ആരാധിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യും. അവൻ അവൻ്റെ ശക്തി പ്രകടിപ്പിക്കും. അവൻ ദൈവത്തെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും.
ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അവനും ആരാധിക്കപ്പെടും. അതിൻ്റെ അടയാളമാണ് നമ്മൾ വെളിപാട് 12 കാണുന്നത്. ആഗ്നേയമായ സർപ്പം, അതിന് 7 തലയും 10 കൊമ്പും, തലകൾ 7 കിരീടങ്ങളും. അത് ദൈവത്തിനുള്ള അധികാരവും ശക്തിയും പ്രകടിപ്പിക്കുന്ന പോലെ ഇവനും ആ ശക്തിയും അധികാരവും ലഭിക്കും എന്നതിൻ്റെ അടയാളമാണ്. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മൾ മനസ്സിലാക്കുന്നു. സോ സർപ്പം ത്രിത്വക ദൈവത്തിലെ പിതാവിനെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്നു. ഇനി അടുത്ത 2 ടോപ്പിക്കിൽ നമ്മൾ ആദ്യത്തെ മൃഗം യേശുവിനെ റെപ്രസെൻ്റ് ചെയ്ത് വരും, രണ്ടാമത്തെ മൃഗം പരിശുദ്ധാത്മാവ്. അങ്ങനെ ത്രിത്വക ദൈവത്തെ പോലെ ഇവർ 3 പേരും കൂടി ഭൂമിയിൽ, ഇല്ലേ, ദൈവം, ഈ പിതാവായ ദൈവം, പുത്രൻ, പരിശുദ്ധാത്മാവ് എവിടെ പ്രവർത്തിക്കുന്നത്? ഭൂമിയിൽ വന്നവർ രക്ഷാകര കർമ്മം നടത്തി. ഇതുപോലെ ആൻറ്റി ക്രൈസ്റ്റ് സർപ്പത്തിന് ശക്തിയാൽ മറ്റ് 2 ശക്തികൾ ഭൂമിയിൽ പ്രവർത്തിക്കും. സോ ദേ ജസ്റ്റ് ഇമിറ്റേറ്റ് ദ ട്രിനിറ്റേറിയൻ ഗോഡ്. ഇതൊക്കെ എന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മുടെ വിശ്വാസത്തെയൊക്കെ നമ്മൾ കുറേ കൂടി ഗൗരവത്തിൽ, ഇപ്പോഴും നമ്മൾ ട്രിനിറ്റേറിയൻ ദൈവം ഉണ്ടോ? ഇപ്പം നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാർ അങ്ങനെ ഒരു ദൈവം ഒന്നുമില്ല, ദൈവം ഏകനാണ്, പക്ഷേ ദൈവത്തിൽ 3 പേരുണ്ട്. ഇതുപോലെ തന്നെ അവസാന കാലഘട്ടങ്ങളിൽ പിശാച് 3 പ്രവൃത്തികളോട് പ്രവർത്തിക്കും. ഇതൊക്കെ നമുക്ക് വലിയ ജ്ഞാനം പരിശുദ്ധാത്മ തരുന്നതാണ്. സോ വി നീഡ് ടു ഗോ ഡീപ്പ് ഇൻ ടു അവർ ഫെയ്ത്ത്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കി പോകാം. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ മൃഗത്തെ നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഗോഡ് ബ്ലെസ് യു. നമ്മൾ ഒരുങ്ങിയിരിക്കുക. നമ്മുടെ ഒരുക്കം എന്തിനാണ്? നമ്മൾ യേശുവിനെ പോലെ ആകണം. ഓക്കെ, അത് മറന്നു പോകരുത്. നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് വളരെ വ്യക്തത ഉണ്ടാകണം. ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, നമ്മൾ ആയിത്തീരുക എന്നുള്ളതാണ്. ഓക്കെ, സോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങളുടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.